എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് 2026 ജനുവരി മാസത്തിൽ LPG ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ അറിയിപ്പ്, എല്ലാ മാസവും 1-ാം തീയതിയാണ് എണ്ണ വിതരണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടറിന്റെ വില പുനഃക്രമീകരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജനുവരി മാസവും വില പുനർനിശ്ചയിച്ചിരിക്കുകയാണ്. സിലിണ്ടർ വിലയിൽ 111 രൂപയുടെ വർധനവാണ് എണ്ണ വിതരണ കമ്പനികൾ ഈ ഒരു ജനുവരി മാസത്തിൽ വരുത്തിയിരിക്കുന്നത്. വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന 19 കിലോഗ്രാം സിലിണ്ടറിന്റെ വിലയാണ് ഇത്തരത്തിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ കൊച്ചിയിൽ 1698 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില വരുന്നത്. കോഴിക്കോട് 1719, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് 1730 രൂപയുമാണ് വില വരുന്നത്. രാജ്യാന്തര വിപണിയിൽ എണ്ണ വില താരതമ്യേന കുറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു സാഹചര്യത്തിലാണ് ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, പാചകവാതക കണക്ഷൻ നിലനിർത്തുവാനും ഗ്യാസ് സിലിണ്ടറുകളൊക്കെ തന്നെ നമുക്ക് ബുക്ക് ചെയ്യുന്നതിനും ഒക്കെയായിട്ട് ഗ്യാസ് കണക്ഷൻ എടുത്തവർ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ വന്നിരുന്നതാണ്. ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ ഉപഭോക്താവ് ഗ്യാസ് ഏജൻസി ഓഫീസിൽ നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. ആധാർ കാർഡും ഗ്യാസ് കണക്ഷൻ ബുക്കുമാണ് മസ്റ്ററിംഗിനായിട്ട് കയ്യിൽ കരുതേണ്ടത്. വിരലടയാളം പതിപ്പിക്കുവാനും കണ്ണിന്റെ ഐറിസ് സ്കാൻ ചെയ്യുവാനുമുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ ഗ്യാസ് ഏജൻസികളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഗ്യാസ്, അതോടൊപ്പം തന്നെ ഭാരത് ഗ്യാസ്, HB ഗ്യാസ് എന്നീ പൊതുമേഖലാ കമ്പനികളുടെ ഉപഭോക്താക്കൾ എല്ലാം തന്നെ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. ഗ്യാസ് കണക്ഷൻ എടുത്ത ഉപഭോക്താവ് നിലവിൽ വിദേശത്തോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുമല്ല എങ്കിൽ കിടപ്പ് രോഗിയൊക്കെ ആണെങ്കിൽ ആദ്യം ആ ഒരു കണക്ഷൻ അതേ റേഷൻ കാർഡിലുള്ള മറ്റൊരു കുടുംബാംഗത്തിന്റെ പേരിലേക്ക് മാറ്റേണ്ടതാണ്. ഇതിനുശേഷം മാത്രം ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത്, നേരത്തെ ഉജ്ജൽ യോജന ഗുണഭോക്താക്കളായിരുന്നവർക്ക് മസ്റ്ററിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എല്ലാ LPG ഉപഭോക്താക്കളും മസ്റ്ററിംഗ് ചെയ്യണമെന്ന അറിയിപ്പാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിലവിൽ LPG ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യുന്നതിനായിട്ട് അവസാന തീയതിയൊന്നും ഈ ഒരു നിമിഷം വരെയും പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാലും മസ്റ്ററിംഗ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. അവസാന തീയതി പ്രഖ്യാപിച്ചാൽ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യുന്നതിന് തടസ്സമൊക്കെ ഒരുപക്ഷെ ഉണ്ടാകുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ ഉജ്ജൽ യോജന ഗുണഭോക്താക്കൾക്ക് ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യുവാൻ മാർച്ച് 31 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ഉജ്ജൽ യോജന ഗുണഭോക്താക്കൾ മാർച്ച് 31 മുമ്പായിട്ട് തന്നെ ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.